നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1076th day. Today 25th sloka of Pradhamaskandam 14th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1076 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ഓം തത്സത്. കൃഷ്ണോ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 14ാമത്തെ പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ഓം വിലോക്യാദിഗ്നഹൃദയോ വിച്ചായം മനുജം നൃപ പൃച്ഛതി സ്മ സുഹൃന്മധ്യേ സംസ്മരന്നാരദേരിതം. ഓം തത്സത്. വിലോക്യാദിഗ്നഹൃദയോ വിച്ചായം മനുജം നൃപ പൃച്ഛതി സ്മ സുഹൃന്മധ്യേ സംസ്മരേന്നാരദേരിതം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് വിലോക്യ ഉദ്വിഗ്നഹൃദയോ വിച്ചായം അനുജം നൃപ പൃച്ഛതി സ്മ സുഹൃന്മധ്യേ സംസ്മരൻ നാരദേരിതം സംസ്മരൻ നാരദേരിതം. അതായത് വിലോക്യ നോക്കിയിട്ട്, ഉദ്വിഗ്ന ഹൃദയ ദുഃഖിച്ച ഹൃദയത്തോടു കൂടിയവനായ, വിച്ഛായ ശോഭയില്ലാത്തതായിട്ടുള്ള, അനുജം തം ആദ്യത്തെ കഴിഞ്ഞ ശ്ലോകത്തിലാണുള്ളത്. തം അനുജം ആ അനുജൻ ആ സഹോദരനെ പൃച്ഛതി സ്മ അതോടുകൂടി പൃച്ഛതി സ്മ ചോദിച്ചു. സുഹൃന്മധ്യേ സുഹൃത്തുക്കളുടെ മധ്യത്തിൽ വെച്ച്, സംസ്മരേൻ നാരദ ഓർക്കുന്നവനും, നാരദേരിതം നാരദനാൽ പറയപ്പെട്ടത് ഓർത്തുകൊണ്ട്. അതായത് ധർമ്മപുത്രർ വളരെ ദുഃഖിച്ച ഹൃദയത്തോടുകൂടി തൻ്റെ അനുജനെ നോക്കി നാരദർ പറഞ്ഞത് ഓർത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറയുകയാണ്. വളരെ ദുഃഖിച്ചിരിക്കുന്ന അവിടെ വന്ന് തൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്ന അർജുനനെ കണ്ടിട്ട്, താനും ദുഃഖിതനാണ്, അർജുനനും കണ്ടാൽ ദുഃഖിതനാണ്. അങ്ങനെ ഇരിക്കുന്ന അർജുന തൻ്റെ പാദങ്ങളിൽ വീണ് തന്നെ നമസ്കരിച്ച്, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതാണ് പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു എന്ന്. നമസ്കരിച്ചിരിക്കുന്ന ആ സഹോദരനെ കണ്ട് നാരദൻ പണ്ട് പറഞ്ഞത് ഓർത്തുകൊണ്ട് സഭയിൽ വെച്ചിട്ട്, സുഹൃത്തുക്കളുടെ എല്ലാം മധ്യത്തിൽ വെച്ച്, സഭയിൽ വെച്ചാണ് അർജുനൻ വന്ന് നമസ്കരിക്കുന്നത്, വച്ചിട്ട് ഇപ്രകാരം ചോദിച്ചു. തൻ്റെ ദുഃഖിച്ച ഹൃദയത്തോടു കൂടി രാജാവ് ഇപ്രകാരം തൻ്റെ അനുജനോട് ചോദിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ചോദിക്കുന്ന ചോദ്യങ്ങൾ അടുത്ത ശ്ലോകത്തിൽ നിന്ന് വരുന്നതാണ്. കഴിഞ്ഞ അനേകം ശ്ലോകങ്ങളിലായിട്ട് ധർമ്മപുത്രർ കാണുന്ന ദുർനിമിത്തങ്ങൾ, മോശമായിട്ടുള്ള കാര്യങ്ങൾ, ചുറ്റും നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു കാണുന്നു. അതൊക്കെ എന്തോ ദുഃഖത്തിനുള്ള അറികുറി, എന്തോ ആപത്ത് അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഇതാണ്, നിമിത്തങ്ങളാണ് എന്നുള്ള മാതിരി അദ്ദേഹം ദുഃഖിക്കുകയാണ്. ഇങ്ങനെ ദുഃഖിച്ച ഭീമസേനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അർജുനൻ എത്തിച്ചേരുകയും മുഖത്ത് നോക്കാതെ വ്യത്യസ്തമായിട്ട് സഹോദരനെ
തൻ്റെ മൂത്ത സഹോദരനെ വീണ് നമസ്കരിച്ചു. ഇങ്ങനെ നമസ്കരിച്ച അനുജനെ കണ്ടപ്പോൾ താനും ദുഃഖിതനാണ്, അനുജനും ദുഃഖിതനാണ്. എല്ലാം കൂടി കണ്ടിട്ട് പണ്ട് നാരദർ പറഞ്ഞത് ഓർത്തുകൊണ്ട് സഭാമധ്യത്തിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ധർമ്മപുത്രർ ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ശ്ലോകം ഒരിക്കൽ കൂടി. വിലോക്യോദിഗ്നഹൃദയോ വിച്ചായമനുജം നൃപ പൃച്ഛതി സ്മ സുഹൃന്മധ്യേ സംസ്മരേന്നാരദേരിതം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.